ഹലോ മുത്തുമണികളെ, എവിടെ നിങ്ങൾ എല്ലാവരും ഒന്ന് മണ്ടി എന്നാണ്. ഞാൻ ചെറിയ വ്ളോഗൊക്കെ എടുത്തുക്കണം, അതൊക്കെ ഒന്ന് സ്കിപ്പ് അടിച്ചാതെ കാണി. ആദ്യം തന്നെ ആ ലേക്ക് ഒന്നാണ് അമർത്തിക്കോളിട്ടോ. നമുക്ക് ലേക്ക് നല്ലോണം കുറവുണ്ട്, അതുകൊണ്ടാണ് വ്യൂ ഒന്നും വല്ലാതെ കൂടാത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ലേക്ക് ഒന്നാണ് അമർത്തിക്കോളി. അപ്പോൾ ഒരു 3 മണിയായപ്പോൾ എന്തെങ്കിലുമൊക്കെ കുത്തി തിരുമ്പി ഉണ്ടാക്കാമെന്ന് കരുതി മക്കൾ ചായയും കടിയൊക്കെ ചോദിച്ച് നൊലൊളിച്ചൽ തുടങ്ങിയിരിക്കണം കേട്ടോ. നൊലൊളിച്ചണ മക്കളും ഉണ്ടല്ലോ. അപ്പം നമ്മൾ ലിനുവിന് വെജ, അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ച് കൂട്ടാമെന്ന് കരുതി. എണ്ണക്കടി ഉണ്ടാക്കാനാവില്ല, ഉണ്ടാക്കിയാൽ പിന്നെ ഓൾക്ക് വെജായും കാക്കു ചീത്ത അറിയലും ഒക്കെപ്പാടെ ആവുമ്പോഴേ അപ്പം അതിന് നിന്നില്ല കേട്ടോ. അപ്പോൾ ലേശം ചക്കരയാണ് അത് ആ കുത്തി പിരുമ്പി ഉണ്ടാക്കുന്നത്. ചക്കര നമുക്ക് കിട്ടലുണ്ടായിനി നഴ്സറിയിൽ നിന്ന്. ഇപ്പോൾ ഒരു 3 വയസ്സൊക്കെ ആയി ലിനുവിന്, ബേബിയൊക്കെ 1 വയസ്സുമായി. ഇപ്പോൾ ചക്കരയും മൈദയൊന്നും കിട്ടണില്ല, ആ നെയ്സർ പൊടി തന്നെ കിട്ടണുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് കണ്ട് ഒരു ചെറിയ വിഭവമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. എന്താ അതിൻ്റെ പേരൊന്നും ഉച്ചറിയില്ല കേട്ടോ. പേര് അറിയണോല് ആണ് കമൻറ്റ് ഇട്ടോളി, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പേരും ആണ് ഇട്ടോളി കേട്ടോ. അപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, നല്ലോണം കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ലെങ്ത് ആയിക്കണ്, താത്താക്കിയേക്കാൻ കഴിച്ചണില്ല, അത് ഫുള്ള് മുഴുവനാക്കാൻ കഴിച്ചണില്ല പറയുന്നുണ്ട്. അപ്പോൾ ആ ലെങ്ത്തൊക്കെ കുറയ്ക്കാനും വേണ്ടിക്കാണ്ട് ഞാൻ എന്ത് കാട്ടി നല്ലോണം സ്പീഡാണ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എഡിറ്റും കാര്യങ്ങളൊക്കെ റിതുവാണ്, ഓൻ തന്നെയാണ് അതൊക്കെ കാട്ടിക്കൂട്ടൽ. എന്തെങ്കിലും പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ. എന്നിട്ട് മഞ്ചേരി ഇക്ബാൽ ഡോക്ടറെ ഒന്ന് പോയി കാണിച്ചിട്ടെ. കുട്ടികൾക്ക് ഇഷ്ടമല്ലേ ഉണ്ടാക്കി വെച്ചാൽ ഓല് വരുവോളം തിന്നുകാണ്ട് ഇരുന്നോളും. അപ്പോൾ അതിന് ഞാൻ ഷെയ്മോളോട് പറയേണ്ടോളൊക്കെ ഒന്നാണ് മാറ്റി ഒരുക്കി കൊടുക്കുന്നിട്ട് അവിടെ കടത്തി കൊടുത്തുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ അത് ഉണ്ടാക്കട്ടെ, വ്ളോഗൊക്കെ ഒന്ന് കണ്ടു വരിട്ടെ മക്കളെ. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും മക്കളെ. എന്താ വിശേഷങ്ങളൊക്കെ, സുഖല്ലേ? അപ്പൊ നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണം കേട്ടോ. വലിയ സുഖമൊന്നുമില്ല, നമ്മളെ ലിനുമോൾക്ക് വയ്യായിട്ട് ഹോസ്പിറ്റലും കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എന്താ ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് പണി, നല്ല മഴ പുറത്തിട്ട്. അപ്പൊ കുട്ടികൾ കടിക്ക് നൊലൊളിച്ച കാക്കുവാണെങ്കിൽ പിന്നെ ഇനി പുറത്തേക്ക് പോകൂല, മഴ ഇനി വന്നാൽ പോകൂല, പോകാത്ത മഴയായിട്ടാണ്. പിന്നെ മരുന്ന് സ്കെച്ചാൻ പോകും. അപ്പൊ പിന്നെ പോയി കാണും, കുറച്ചേരം നിന്ന് കാണും, പോലും ജയിഷാവ് സ്കെച്ച് കാണും കേട്ടോ. അപ്പൊ ഈ നേരത്തെ പിന്നെ കാക്കൂനെ കിട്ടൂല. ഇതുവാണെങ്കിൽ പന്ത് കളിച്ചാലും പോയി. കുട്ടികളൊക്കെ കരിയാട്ടോ, എന്തെങ്കിലും കടി ഉണ്ടാക്കി തരും. അപ്പൊ എണ്ണക്കടി ഉണ്ടാക്കാനാവൂല കരുതി നമ്മള് ലിനുമോൾക്ക് വയ്യാത്തോണ്ടേ. അപ്പൊ തിരക്കടില്ലാതെ നമുക്ക് പൂവട ഉണ്ടാക്കാതെ, പൂവടക്ക് ഞാൻ കാട്ടുകൂടെ നടക്കണ്ടേ മക്കളെ, എലിയും തരഞ്ഞാണ്ട്. അപ്പൊ ഞാൻ അതിനൊന്നും നിന്നില്ല കേട്ടോ. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലേനു. എത്തപ്പോ ഇതിന് പറയാ, കോഴിക്കട്ടെ എന്തോ പറയട്ടോ, കുടിയാടില്ല. ചിലവര് ഇത് പഞ്ചാര ആക്കി കാണ്ട് ഉണ്ടാക്കും. ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടം ചക്കര ഇട്ട് കാട്ടോ. അത് മക്കൾക്ക് ഭയങ്കര തീർപ്പതിയാണ്. അപ്പൊ ഉണ്ടാക്കുന്ന രൂപൊക്കെ നമ്മൾ കണ്ടില്ലേ. അരിപ്പൊടി വാട്ടുക മക്കളെ, അരിപ്പൊടി നമ്മൾ പത്തിരിക്ക് വാട്ടണ പോലെ വാട്ടിക്കാണ്ടേ രസം തേങ്ങയും ചക്കരയൊക്കെ ഇട്ട് പഞ്ചാരണ്ടിയൊക്കെ പഞ്ചാരത്തോളി. എന്നിട്ട് നമുക്ക് എന്താ ഇങ്ങനെ പരത്തിയിട്ട് മെല്ലെ ഒന്നും പരത്തിയിട്ട് അയക്കിട്ട് കാണാൻ മൂടിയാൽ മതി കേട്ടോ. അപ്പൊ നമ്മളെ ഇഡ്ഡലിച്ചെമ്പിലാണ് വെക്കണത്. ഇഡ്ഡലിച്ചെമ്പിൽ വെള്ളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു 3-4 ഉരുളൊക്കെ ആക്കിക്കാണ്ട് ഇങ്ങനെ വെക്കട്ടെ കേട്ടോ. ഇങ്ങനെ 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 മടക്കിക്കോണി. ഞാനൊക്കെ മടക്കണം നോക്കിങ്ങനെ നിൽക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് പറ്റുന്ന മാതിരിയൊക്കെ മടക്കിക്കോണി കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും കുട്ടിയാൾക്ക്. അപ്പൊ നമ്മളെ നീനുമ്പോൾ ഇത് നമ്മള് എന്താ പൂവടയൊക്കെ ഉണ്ടാക്കലുണ്ട്, നിങ്ങൾക്ക് അറിയില്ലേ. അപ്പൊ പിന്നെ ആട്ടുകൂടിയൊക്കെ പോണ ഒരു പെരുമായ ഉണ്ട്. അല്ലാതെ പിന്നെ നമ്മളെ മറ്റേ പൂവട ഉണ്ടല്ലോ, എന്താ പറയാ, ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കും കേട്ടോ. ഞാൻ ഇതുപോലെ ഗോതമ്പ് പൊടി കൊണ്ട് പൊരിച്ചുകാണ്ട് നമ്മളെ പുകട രൂപത്തിലാക്കും. അതിന് അച്ചൊന്നും ഇല്ല, കതിരില്ല. അച്ചൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ മടക്കി ചൊറുക്കിക്കാണ്ട് നെറിയെടുക്കും. അപ്പൊ പാവാടക്ക് നെറിയെടുക്കണ മാതിരി ഇട്ടാൽ മതി, അതന്നെ അച്ച്. അല്ല അപ്പൊ അതിനൊക്കെ പ്രത്യേകിച്ച് അച്ചും തെരഞ്ഞ് നടന്നാലേ അപ്പൊ കുട്ടികൾക്ക് ഒരു തൃപ്പതി ആവുമല്ലോ എന്ന് കരുതിക്കാണ്ട്. അപ്പൊ എണ്ണക്കടി ഒന്നും ഉണ്ടാക്കാനാവൂല നമ്മളെ ലിനുവിന് വെജാത്തോണ്ട്. അങ്ങനത്തെ ഹെൽത്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലേ സ്നാക്സ് കുട്ടികളെ വൈകുന്നേരം ഓൾക്കും തിന്നാം. മറ്റേ ഓൾക്ക് വെജാതാവുമ്പോ നമ്മൾ ഈ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കി തിന്നുമ്പോ ഗതികേടല്ലേ. വെച്ചും ഷെയ്മോൾ അതിന്റെ ആള് കേട്ടോ. ഷെയ്മോൾ അറിയും ഞാൻ കുട്ടികളെ നോക്കിക്കോളാം, നിങ്ങൾ ഉണ്ടാക്കി തന്നാ മതിമാര്. നമ്മളെ റിതുവിനെ കിട്ടൂല കേട്ടോ, ഇത് കളിച്ചാൻ പോയി. ഓനെ കിട്ടൂല അതിനൊന്നും മക്കളെ. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി നോക്കോണ്ട് ഇങ്ങനെ ഉണ്ടാക്കാത്തോണ്ട് ചക്കര ലേശത്തെ തോനെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാന് ഇവിടെ ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നല്ലോണം മധുരം കൂട്ടണം. മധുരം കൂട്ടണ പറഞ്ഞാല് ചായയിലൊന്നല്ല കേട്ടോ, ഇങ്ങനെ സ്നാക്സുകളൊക്കെ ഉണ്ടാക്കുമ്പോഴേ. പിന്നെ ഇത് തിന്നാൻ തന്നെ നല്ല രസമല്ലേ, വാട്ടിയപ്പൊടി നമ്മൾ വേവിച്ച് തിന്നുമ്പോ നല്ല രസമാണല്ലോ അല്ലേ, ആവിയിൽ വേവിക്കുമ്പോ പ്രത്യേകിച്ചും. അപ്പൊ രാവിലെ തന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കണോലേ, പച്ചക്കരക്കാരൊക്കെ പത്തിരിയൊക്കെ രാവിലെ ഉണ്ടാക്കുമ്പോ ഇതേപോലെ ഒരു ഉണ്ടാണ് മാറ്റി വെച്ചാൽ മതി. എന്നാ വൈകുന്നേരം കുട്ടികൾക്ക് സ്കൂളിട്ട് വരുമ്പോഴേ ഇതുപോലെ തേലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഒരു ഉണ്ട മതി ഓരോരുത്തർക്ക്, എന്നാ തന്നെ കുട്ടികളെ കള്ളാന്നറി. അധികം ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ കാട്ടിയിരുന്നു കേട്ടോ. നമ്മളെ റിതും ഷെയ്മോളും സ്കൂളിട്ട് വരുമ്പോത്തിന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. കുട്ടികളെ പള്ളറിയും ഇങ്ങനെയൊക്കെ തിന്നുമ്പോ. എന്നും എണ്ണക്കടിയൊക്കെ ആവുമ്പോ ആയിട്ട് പള്ളക്ക് വേദനയും. ഇപ്പൊ ലിനുവിന് തന്നെ കണ്ടില്ലേ, എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയാണ്. ഞാൻ ഇരുന്ന് ആലോചിച്ചേനെ എന്തായിരിക്കും മോള് തിന്നത്.
ഇവിടെ നമ്മൾ തിന്നണ ഭക്ഷണം തന്നെയല്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കണ ഭക്ഷണം, പുറത്തുനിന്നൊന്നും കൊണ്ടല്ലൊന്നും ഇല്ല കേട്ടോ. പിന്നെ പെരന്തിയെ കോൾക്ക് പറ്റിയ ഇങ്ങനെ ആലോചിച്ചാൽ ഞാൻ, കുട്ടികളല്ലേ പെട്ടെന്ന് ഉണ്ടാവുകയെ. പിന്നെന്താ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. ഇത് ചെറുതാക്കിയാണ്ട് ഉണ്ടാക്കാം കേട്ടോ, ചെറുതാക്കി ഉണ്ടാക്കണവർക്ക് ഉണ്ടാക്കാം. കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ കേട്ടോ മാവ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആവിയിലൊക്കെ ഉണ്ടാക്കുമ്പോഴേ അത് എന്താവും വെച്ചാല് പൊട്ടി പൊളിഞ്ഞു പോരും. ഇടയിൽ ഒരാൾ കയറിക്കോട്ടെ, കുറച്ചങ്ങ് നീങ്ങിക്കാളി. എല്ലാവരും കൂടി കുട്ടി കൂടി ബസ്സിൽ നിൽക്കണ മാതിരി നിൽക്കണ്ട, ഒരാൾക്കും കൂടി നിൽക്കാൻ ഇവിടെ സ്ഥലമുണ്ട്. നിങ്ങൾ ഒട്ടിക്കാക്കാൻ ഞാനവിടെ എന്താ എണ്ണി ഓയിലൊക്കെ തേച്ചിടും. നിങ്ങൾക്ക് ഒരു ചെറുത് ഉണ്ടാക്കട്ടെ കേട്ടോ. ഞാൻ ആ അടിയിലാണ് കുത്തി നോക്കിയാക്കാനേ ചെറുതൊന്നും ഉണ്ടാക്കിയാല്. അപ്പൊ അങ്ങനെയൊക്കെ കേട്ടോ, രസം ചായ ഒക്കെ ഉണ്ടാക്കിയാണ് കുട്ടികൾക്ക് കൊടുക്കട്ടെ. അപ്പൊ വെയ്യാത്ത വീഡിയോ ഞാൻ ഇന്നലെ വിട്ടിരുന്നുല്ലേ. എന്താണ് ഇത് ഉണ്ടാക്കാനൊരു തൊയ്യ ഉണ്ടാവില്ല, ഉണ്ട അമർത്താൻ തൊയ്യം തരൂല. എന്നാ ഉണ്ട ഉണ്ടാക്കിയൊന്നും ഒറ്റൊന്നും കാണൂല. എങ്ങനെയാ അത് ഉണ്ടാക്കുകയെന്ന് ചോദിച്ചാന്ന് കണ്ടപ്പോ മനസ്സിലായി നിങ്ങൾക്ക് എങ്ങനെയാ ഉണ്ടാക്കലെന്ന്. ഇങ്ങനെ ചായക്കടിയൊക്കെ ഉണ്ടാക്കട്ടോ. ചിലവരൊക്കെ ഉണ്ടാക്കലുണ്ടാവും കേട്ടോ, പഞ്ചാര കിട്ടുകാണ്ടാലും ചിലവരുണ്ടാക്കും. ഇവിടെ ഞാൻ പറയുന്നവർക്ക് പഞ്ചാര തീർപ്പതി ഇല്ല കേട്ടോ, വലിയ ഇഷ്ടമൊന്നുമില്ല പഞ്ചാര. നമുക്ക് ഇങ്ങനെ ശർക്കരയൊക്കെ ആവുമ്പോ ഇഷ്ടമാണ്. പണ്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് അറിയണല്ലോ, എന്റെ പഴയ വീഡിയോ ഒക്കെ എടുത്തു നോക്കിയാലും അറിയാലേ, ഗോതമ്പ് നുറുക്കൊണ്ടൊക്കെ പായസമൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ ഗോതമ്പ് നുറുക്കൊന്നും നെയ്സറിയിൽ നിന്ന് കിട്ടണില്ലല്ലോ. നെയ്സറിപ്പൊടി ഇട്ടിട്ട്, നെയ്സറിപ്പൊടി ഒരു പച്ചക്ക് തിന്നു കേട്ടോ, ചായ അറന്നുകാണ്ടൊക്കെ തിന്നു. അല്ലാതെ അതുകൊണ്ട് വിഭവം ഒന്നും ഉണ്ടാക്കിയാലും ഒരു തിന്നില്ല, ഒരു ഇഷ്ടമല്ല. കുറച്ച് നീക്കണി നടുവിൽ ഒരാളും കൂടി നിന്നോട്ടെ, അത് ഇനിയാവും മാറിക്കും. അങ്ങനെ ഒരാൾക്കും കൂടി ഇരിക്കാം അവിടെ. അല്ലാതെ നമ്മളെല്ലാവരും കൂടി അങ്ങനെ നിന്നാലെങ്ങനെ? അപ്പൊ അങ്ങനെ കുത്തിക്കൊള്ളിച്ച് കാണൊക്കെ വെച്ചോണ്ടിട്ടോ മക്കളെ. ഉണ്ടാന്നൊക്കെ പറയണത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക അതൊക്കെ ഒന്ന് തന്നെയാണ്. 4 ഭാഗം പിടിച്ചുകാണ്ട് ഇങ്ങനെ കോട്ടിയാൽ മതി. വേവിച്ച പൊടിയല്ല, എന്നിട്ട് ഉള്ളു കണ്ടിരിക്കാണ്ട് നമ്മള് എന്താ ഇതുണ്ടാക്കൂലേ, പൊറാട്ടൊക്കെ ഉണ്ടാക്കേ അതന്നെ സംഭവം. എന്നിട്ട് ഇങ്ങനെ ഊട്ടിയാൽ മതി. അപ്പൊ ഇതൊക്കെ ഒട്ടി പിടിച്ച് നിന്നു, അവിടെ നിന്നോളൂ. അപ്പൊ എന്നിട്ട് നമ്മളാ ഇഡലി ചെമ്പിന്റെ അതിലേ ഒന്ന് വെക്കട്ടെ കേട്ടോ. എന്താ ഉള്ളൂല റബ്ബേ, നാണം കൊടുക്കുമോ ഞാൻ. കോട്ടയുണ്ട് കോട്ടയുണ്ട്, നല്ല 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 കോട്ടയുണ്ട് കോട്ടയുണ്ട് പൂര. എന്താ കളി ഇങ്ങനെ കയറിയെടുക്കാൻ ചെറിയ ഉണ്ടെ അയച്ചിട്ടാണ് തീരെ പോകും. ഇപ്പൊ കോട്ടെ ചമ്പി കൊടുക്കും. എത്തൊക്കെ പറയുന്ന സംഭവം. ഓ ബുദ്ധി 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 നിങ്ങളാ പൊട്ടിച്ചല്ലേ പൊട്ടിച്ചല്ലേ പൊട്ടിച്ചല്ലേ. ആ ഞാനെന്റെ മേക്ക് കുടിച്ചത് എന്താ നൂറിലെ വലിപ്പ് ഏറി മക്കളെ. ദിവസം കുപ്പാടാത്തവരൊക്കെ പോയി അവിടെ എന്നൊക്കെ ഒരു കാര്യം ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും ഉണ്ടാവും. അതാണ് ബുദ്ധി. ഇങ്ങനെയാണ് ചെജ്ജ. ഞാനിപ്പോ അത് കുടിയാടില്ലാത്ത മാതിരി ചെയ്തു കേട്ടോ മക്കളെ. എന്നാണ് നമുക്ക് അടിയത്തെ നടത്തിയേക്കാം കേട്ടോ. 1 രണ്ടാമത്തെ ആള് വെച്ചേ, 3-ാമത്തെ ആള് വെച്ചേ, 4-ാമത്തെ ആള് വെച്ചേ, 5-ാമത്തെ ആള് വെച്ചേ, 6-ാമത്തെ ആള് തിക്കി തിരക്കി എടുക്കട്ടെ, 7-ാമത്തെ ആള് അവിടെ നിൽക്കണം. ഓയ് സുന്ദരി കാണിച്ച് ആരെ കാണാൻ പോണ്? ആദ്യം പാളി പോയിട്ട് ഇങ്ങനെ കാട്ടട്ടെ മക്കളെ. ഒരാളിവിടെ, 2-ാമത്തെ ആള്, 3-ാമത്തെ നമ്മളെ നിറച്ചിട്ട് അതിന് കൊള്ളണില്ല കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാല് ശരിയാവും. തിരക്കി തിരക്കി അതിനോട് പോയിക്കോട്ടെ. കുട്ടിനെയും കൊണ്ട് പൂക്കല്ലേ കൊട്ടന്റെ മൂടിമ തിട്ടി മുട്ടോട് കുത്തി പോണു. കുട്ടി കുത്തി പറ്റില്ല, കുട്ടി ചിരിച്ചാ. ബുദ്ധി ഉണ്ട് മക്കളെ വെച്ച്. ഈ ബുദ്ധി പണ്ടേ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആവൂലായി. മുണ്ടാണ് വേവട്ടെട്ടാ. അത് തിന്നല്ലേ, അത് തിന്നല്ലേ. ഉള്ളി ഉള്ളി ഇറങ്ങാണ്ട് അതിന് രസം കൂടി തേങ്ങ ഞാൻ ചേരണ്ടട്ടോ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ആ തേങ്ങാച്ചാര എടുത്തടി. ഇതിനോട് ഈ ഭാഗത്തൊക്കെ ഓരോ മ്യൂസിക് വെച്ചരാൻ പറയട്ടോ. നമ്മളെല്ലാത്തൊക്കെ വെക്കണ മാതിരി ഉണ്ടാക്കുമ്പോ അങ്ങനെ മ്യൂസിക് ഇടലില്ലേ. ഇതിനോട് പറഞ്ഞാൽ കേൾക്കൂല. പറയുന്നുണ്ടാ നിങ്ങളെ പാട്ട് ഉപയോഗിക്കും പറയുന്നു. നമുക്ക് രസമാണല്ലേ.
അതൊക്കെ വെക്കുമ്പോ നമ്മളെ ലൈലാത്തിയൊക്കെ വെക്കത്തില്ല അങ്ങനെ. ആ ഓനോട് പറഞ്ഞ ആരെങ്കിലും ഉണ്ടാകാന്നാണ് നിങ്ങളാണ് വോയിസ് കൊടുത്താൽ മതി. ഞാൻ കേട്ടത് ഞാൻ പത്താം ഞാൻ പറയാം. നല്ല രസമാണ് ആ പാട്ടൊക്കെ എടുത്താലോ പല കോപ്പിറൈറ്റ് വരും നമ്മൾ ഉണ്ടാക്കിയത്. ഒന്നാമോ ഇല്ല ഓനാ 2 മണിക്ക് വന്നു കഴിഞ്ഞാലേ കുറച്ചേരം ഒന്നല്ലോ അരിമലയിലൊക്കെ കെട്ടി മറന്നിക്കും. പിന്നെ ഓന് കളിച്ചാൻ പോകും. കളി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഓന് വായിച്ചാടിനൊക്കെ ഉള്ളൂ നേരം. അതാണ് ഒന്നാമത്. പാട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാതെ എടുക്കണം. അപ്പൊ നമ്മള് അഭിനയിക്കാൻ വേണ്ടി മൈക്കാണില്ലേ അപ്പം നമ്മൾ ആവിയുണ്ടിയൊക്കെ ഇഡലിച്ചെമ്പിലാക്കിയിട്ട മക്കളെ. അല്ലാന്നുണ്ടെങ്കിൽ ചെമ്പട്ടിയിൽ വെള്ളം വെച്ച് കാണ്ടി നമ്മൾ ഓട്ടക്കൊട്ടയിൽ ഇട്ട് കാണ്ട് വേവിച്ചാലും മതി കേട്ടോ. അടിപൊളി പാൽച്ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് നല്ല തീർപ്പതിയാണ് പാൽച്ചായ അറിയില്ലേ ഞങ്ങളോട്. അപ്പം ലേസം പാലവിടെ കിടക്കണുണ്ടീനി. അപ്പം എല്ലാവർക്കും കൂടി അങ്ങോട്ട് ഉണ്ടാക്കി പാൽച്ചായ കേട്ടോ. പാൽച്ചായ എപ്പോഴൊന്നും ഉണ്ടാക്കില്ല. പാൽച്ചായ ഉണ്ടാക്കിയാൽ ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം താക്കണ അതൊക്കെ മധുരമൊക്കെ ഇട്ട് കാണ്ട് സൂപ്പർ ആക്കണുണ്ട്. ഇനി ഞാനും പോയി മാറ്റമൊക്കെ ചെയ്തിട്ട് കേട്ടോ. ഏതായാലും ഡോക്ടർക്ക് ബുക്ക് ചെയ്തപ്പോൾ ഡോക്ടർ 8 മണി വരെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം പെരിന്തൽമണ്ണക്ക് ഇന്നലെ പോയില്ലേ താത്താന്നുണ്ടാവില്ലേ. ഇന്നലെ പോയില്ലേ മക്കളെ. അപ്പോൾ ഡോക്ടർ ലീവാണ് കാരണം. അപ്പോൾ ഏതായാലും ഞാൻ ഇല്ല മരുന്നൊക്കെ കൊടുത്തുട്ടോ. ഇവിടെ എമിസെറ്റൊക്കെ ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ ഡോക്ടർക്ക് വിളിച്ച് ചോദിച്ചു ഞാൻ ഫൈസൽ ഡോക്ടർക്ക്. അപ്പോൾ ഡോക്ടർ നമ്പറൊക്കെ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഡോക്ടർ എപ്പോഴും നമ്മളെ വെച്ചുകാണ്ട് ഇങ്ങനെ ഇച്ചുവിന് വയ്യാത്തതുകൊണ്ട് എപ്പോഴും കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും ഡോക്ടർക്ക് വിളിക്കുക. അതാണ് ഒരു സമാധാനമല്ലേ. അപ്പോൾ ഞാൻ ഡോക്ടർക്ക് വിളിച്ച് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഡോക്ടർ എമിസെറ്റ് 4 ml ഒക്കെ കൊടുക്കുന്നുണ്ട്. നേരം വെളുത്തിട്ട് കുറവില്ലേ കൊണ്ടുവരേണ്ടിയായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇതിനും കുറവ് കാണില്ല കേട്ടോ. പിന്നെ ഞാൻ നേരം വെളുപ്പിച്ചില്ല. ഞാൻ എന്ത് കാട്ടി വേഗം ഇക്ബാൽ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നേരം വെളുക്കുമ്പോഴത്തേന് പറ്റ വയ്യാതായിക്കാണ്. പിന്നെ ഗ്ലൂക്കോസ് ഏറ്റേണ്ടി വരും. ഗ്ലൂക്കോസ് ഏറ്റാനൊക്കെ ഒന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ കഥകളൊക്കെ നിങ്ങൾക്ക് മുഴുവനും അറിയില്ല മക്കളെ. നിൽക്കാനൊന്നും ആളില്ലാത്തോലെ ഞാൻ ആ കുട്ടികളെയും കൊണ്ടുകാണ് നിൽക്കേണ്ടി വരും. പിന്നെ ഇപ്പം കൂട്ടത്തിലും കുടുംബത്തിലും കുറേ ആളുണ്ടായിട്ട് കാര്യമൊന്നുമില്ല മക്കളെ. നിൽക്കാൻ പറ്റിയ ആൾക്കാരൊക്കെ വേണ്ടേ. പിന്നെ ഏടത്തിനെ വിളിച്ചണം. ഓളിയും പറ്റൊന്നുമില്ല കേട്ടോ. ഓൾക്കും പിന്നെ കാക്കു നിന്ന് കഴിഞ്ഞാൽ പിന്നെ പണിക്കോലൊക്കെ ഇല്ലാതാവൂലേ. അപ്പം നമുക്ക് എപ്പോഴും ഈ യൂട്യൂബിലത്തെ കാര്യം നോക്കി കുത്തർക്കാൻ പറ്റൂലല്ലോ എന്ന് കരുതിക്കാണ്ട് വേഗം പണി വെച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടമല്ല ഉണ്ടാക്കി കൊടുത്ത് പോയാൽ ഓല അത് തിന്നും കുടിച്ചും അവിടെ കുത്തർന്നോളൂ. അല്ലാതെ ഉണ്ടാക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇച്ചൊക്കെ നെല്ലും വിളിയും കൂടും കേട്ടോ. ഷെയ്മോളും ഒക്കെ ഉണ്ടാവും. ബേബിയാളെ നോക്കിക്കൊണ്ട് നിൽക്കുകയല്ലേ. ഒന്നാമത് നമ്മളെ ബേബിയാളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അഡ്മിറ്റ് കേസ് പേടിട്ടോ. ഓലയും കൊണ്ടൊക്കെ നമ്മൾ ഈ വെജാത്ത കുട്ടിനെയും കൊണ്ട് കണ്ട് അഡ്മിറ്റൊക്കെ ആയി കഴിഞ്ഞാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി മക്കളെ. അപ്പം അതിനിട വരുത്തല്ലേ എന്ന് കരുതിക്കാണ്ടേ അള്ളഹാനോട് എപ്പോഴും ദുആ ചെയ്യലുണ്ട് ഞാൻ കേട്ടോ. ആസ്പത്രി കേസ് വരല്ല റബ്ബേ. വന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ട പോലെ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അതാക്കണ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടപ്പോരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പല പേരും വിളിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റിയ പേര് ഇട്ടോളി കേട്ടോ മക്കളെ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിച്ചാതെയൊക്കെ കണ്ടതിന് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ആ ചെമ്പക്കില്ല ആ സാധനം അയിമക്കാണ് കുത്തി നിറച്ച് കാണ്ട് വെച്ചോണ്ടിട്ടോ. ഞാൻ ആദ്യമേ കുത്തി നിറച്ച് പ്ലേറ്റിൽ വെച്ച് കാണ്ട് അതൊക്കെ ഒന്നാണ് പൊട്ടിപ്പോയി. അപ്പം ഞാൻ എന്ത് കാട്ടി ആ പ്ലേറ്റോട് വെച്ച് കാണ്ട് പിന്നെ അയക്കാണ് വെച്ചിട്ടോ. ബാക്കി 4 എണ്ണം കൂടി ഉണ്ടായി. നമ്മൾ ഇച്ചു ഇങ്ങനെ തന്നെ കേട്ടോ. അങ്ങനെ നോക്കിക്കും. അപ്പോൾ ഓളെക്കൊണ്ട് ഒന്നൊന്നും തീറ്റിച്ചട്ടെ എന്ന് കരുതി രസമുണ്ടോ എന്ന് കരുതിക്കാണ്ട് ഓളൊന്ന് തിന്നോക്കിക്കോട്ടെ. ഓളതൊന്നും തിന്നിട്ടില്ല. നമ്മളെ ഷെയ്മോൾക്കും റിതുവിനൊക്കെ അറിയട്ടോ. ഇപ്പം ഞാൻ അതൊന്നും ഉണ്ടാക്കലില്ല പറഞ്ഞില്ലേ. ഇതൊക്കെ നീ കാസ്റ്റോൾക്ക് മാറ്റിക്കാണ്ട് ഞാൻ മാറ്റി ഒരുങ്ങിക്കാണ്ട് ഞാനും കാക്കുവാണ് കൊണ്ടുപോകണം കേട്ടോ. നോക്കട്ടെ ചിലപ്പോൾ പെരുമഴയാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷയും പിടിച്ചിക്കാണ്ട് അങ്ങോട്ട് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ കാക്കുവിൻ്റെ ഒപ്പം ബൈക്കുമ്മേൽ അങ്ങോട്ട് പോകണം. അപ്പോൾ പോയി വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ലഡുണ്ട റെഡി ആയിട്ടുണ്ട്. ഇനി കുട്ടികൾക്ക് പാൽച്ചായ ഉണ്ടാക്കി കാണ്ടി അതൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം.